ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് വാർഷിക സമ്മേളനം 2011 ജൂലൈ 2 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് കുന്നുമ്മൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. മുൻ MLA KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ രാഷ്ട്രീയത്തെ ഗൗരവതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ രാജ്യത്തിനകത്തെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിസ്സംഗമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ കാത്തു സൂക്ഷിക്കാനും പൊതുവായി നാം ഉയർത്തിപ്പിടിക്കേണ്ടുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചു പൊരുതാനുമല്ല ഇതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ട് എന്ന് പറയുന്നത്. ലോകത്തെമ്പാടും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് തിരിച്ചടി നേരിടുകയും പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പിരിച്ചുവിടപ്പെടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരമുണ്ടായിരുന്ന പല രാജ്യങ്ങളിലും ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ പ്രതിലോമ വർഗീയ പിന്തിരിപ്പൻ പ്രസ്ഥാനങ്ങൾ അധികാരം കയ്യേൽക്കുകയും ചെയ്ത അനുഭവം ഈ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആദ്യ നാളുകളിലൊക്കെ എല്ലാവരും പറഞ്ഞത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റി, അതായത് മുതലാളിത്തത്തെ ഇല്ലായ്മ ചെയ്ത് കടുത്ത ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഈ സാമ്പത്തിക സംവിധാനത്തിൽ നിന്ന് ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിലേക്ക് ലോകത്തിന് മാറാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചുവന്ന കൊടി ഉയർത്തിപ്പിടിച്ച് സോഷ്യലിസം കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത്, സമരങ്ങൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതൊക്കെ വെറുതെയാണ്. അതൊന്നും ലോകത്തിനകത്ത് സംഭവിക്കാനിടയുള്ള സംഗതികളല്ല. ലോക സാമ്പത്തിക ക്രമത്തിൻ്റെ ഒരു വികാസത്തിൻ്റെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത് മുതലാളിത്തം തന്നെയാണ്. ഈ മുതലാളിത്ത സാമ്പത്തിക സംവിധാനത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ ഇതിനപ്പുറത്തൊരു സോഷ്യലിസം ഉണ്ട്, കമ്മ്യൂണിസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വട്ടാണ് എന്ന് പ്രചരിപ്പിച്ച ഒരു കാലഘട്ടം. മാർക്സിസം കാലഹരണപ്പെട്ടു എന്നും ഇനി ഒരിക്കലും ആ പ്രത്യയശാസ്ത്രം ജനങ്ങൾക്കിടയിൽ ജീവത്തായി നിലനിൽക്കില്ല എന്നും അതുകൊണ്ട് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ നേതൃത്വത്തിന് കീഴിൽ ഏതെങ്കിലും പ്രസ്ഥാനം കൊടിയും പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളൊന്നും ലോകത്ത് രാജ്യത്ത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്തൊരു കാലമാണ്. പല ഭാഗത്തും അതിൻ്റെ അലയൊലികളുണ്ടായി. പോളണ്ട് വീണപ്പോൾ, സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ, കിഴക്കൻ യൂറോപ്പിലെ മുഴുവൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് അല്ലാതായി മാറിയപ്പോൾ ലോകത്തിലെ 1/3 ഭാഗം ജനങ്ങൾ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് കീഴിൽ അധിവസിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ചുരുക്കം ചില രാജ്യങ്ങളിൽ മാത്രമായി സോഷ്യലിസ്റ്റ് സാമ്പത്തിക ക്രമത്തിൻ്റെ ഒരു സെറ്റപ്പ് പരിമിതപ്പെടുന്ന നിലയുണ്ടായപ്പോഴാണ് ഈ പ്രചാരവേലകളെല്ലാം സംഘടിപ്പിക്കപ്പെട്ടത്. പക്ഷേ അപ്പോഴും ഇന്ത്യ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, അജയ്യമാണ് മാർക്സിസം, അത് കാലഹരണപ്പെടില്ല. കാരണം അത് പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ഉണ്ടിരിക്കുന്ന നായർക്ക് ഒരു വെളിപാട് തോന്നിയപ്പോൾ ഉണ്ടായ ഒന്നല്ല. ശാസ്ത്രീയമായ യുക്തിഭദ്രമായ ഒരു കാഴ്ചപ്പാടിൻ്റെ വികാസമാണ്. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സ്വയം നവീകരണത്തിന് വിധേയമായി അത് പരിഷ്കരിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ദൗത്യം സ്വന്തമായി നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ മാർക്സിസം കാലഹരണപ്പെടില്ല എന്നും അജയ്യമാണ് എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഘടനകളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു കൺവെൻഷൻ കൽക്കത്തയിൽ സംഘടിപ്പിച്ചു. CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി നെല്ലിക്കാട് കുഞ്ഞമ്പു റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേണു മടിക്കൈ അനുശോചനവും KV ഷാബു സ്വാഗതവും പറഞ്ഞു. DV അമ്പാടി, M. ഗംഗാധരൻ, KV രാഘവൻ എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു.